റൂമിൻ്റെ അവസ്ഥ എന്നും ഇതുപോലെ അല്ലാട്ടോ. ഈ മാസം ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും വയ്യായികകളായിരുന്നു. ഒന്ന് കഴിഞ്ഞ് മറ്റൊന്നെന്ന് പറയുന്ന പോലെയായിരുന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളിൽ കുറച്ച് ഡിലേ വന്നു. പുതിയ വർഷം പുതിയ തുടക്കം എന്നൊക്കെ അല്ലേ, അതൊരു ഹോപ്പിന് വേണ്ടി പറയുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തൊക്കെയായാലും ഞാൻ ഈ വർഷം അവസാനിപ്പിക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് തോട്ട്സ് വെച്ച് മാത്രമാണ്. പണ്ടൊക്കെ വർഷാവസാനം ആകുമ്പോഴേക്കും അത് നടന്നില്ല, ആലോചിച്ച ഈ കാര്യം നടന്നില്ല എന്ന് പറഞ്ഞ് നല്ല വിഷമായിരിക്കും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. ഇത്രയും വർഷത്തിനിടയ്ക്ക് ഞാൻ മനസ്സിലാക്കിയ ഒരൊറ്റ കാര്യമാണ് കേട്ടോ. അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ തോട്ട്സും നമ്മുടെ ഹാബിറ്റ്സും മാത്രമാണ്. നമ്മുടെ ലൈഫിൽ എന്ത് നടക്കുന്നു എന്നതുപോലുമുള്ള കൺട്രോൾ നമുക്കില്ല. ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് എൻ്റെ ഡിസിഷൻസിനെക്കാട്ടും യൂണിവേഴ്സിൻ്റെ ഡിസിഷൻ തന്നെ നടക്കട്ടെ എന്ന്. ഞാൻ ആഗ്രഹിക്കുന്നതിനെക്കാട്ടും എനിക്ക് കിട്ടുന്നതിലാണ് എനിക്ക് കൂടുതലും സന്തോഷമുണ്ടാവുക. ആ തോട്ടിൽ നമ്മുടെ റൂം സെറ്റായിരിക്കുകയാണ്. പാർട്ട് 2 ഉടനെ വരും.